ഇതാണ് കേട്ടോ നമ്മുടെ ഉപ്പേരിയുടെ ഫൈനൽ സ്റ്റേജ്. ഇവിടെ ആമിക്കുട്ടിയായിട്ട് യുദ്ധമായിരുന്നേ കുക്കിങ്ങിന്. സമ്മതിക്കണ്ടായില്ല, ഒക്കത്തായിരുന്നു. ഒക്കത്തായതാ അതിനുണ്ട്. ജോജി പറയാ കവിത ജോജി പപ്പയുടെ പേര് പറഞ്ഞ ജോജി. മമ്മിയുടെ രാവിലെ നമ്മൾ തവിടൊക്കെ കൊടുത്തുട്ടോ അവർക്ക്. ഇപ്പതേ കുടിക്കാൻ വെള്ളം വെച്ച് കൊടുത്തു. ഈ പ്ലാവിൻ്റെ തൈ ഏതാന്ന് മനസ്സിലായ? ഹലോ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ. മക്കൾസൊക്കെ അച്ഛനും സ്കൂളിൽ പോയി. പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡലി ചട്നിയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. ഇഡലി ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഒരു മടികളാണ്. ഇതിൻ്റെ തട്ടുകൾ കഴുകാൻ കുറച്ച് മടിയാണ്. കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഇളകി പോരുമല്ലോ. അപ്പോൾ ഇനി നമുക്ക് ലഞ്ചിനുള്ള പ്രിപ്പറേഷൻസ് തുടങ്ങിയാലോ. അപ്പോൾ ഞാൻ ഫ്രഷ് ആവണതിന് മുൻപ് അയില ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അയില ക്ലീൻ ചെയ്തിട്ട് കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് കല്ലുപ്പൊക്കെ ഇട്ടിട്ട് പരട്ടി വെച്ചിട്ടുണ്ട്. എനിക്ക് അങ്ങനെ അയില ക്ലീൻ ചെയ്യുമ്പോഴൊരു സംതൃപ്തി ഉള്ളൂ കേട്ടോ. കൊച്ചിലെ തൊട്ട് അമ്മയൊക്കെ ചെയ്ത് കണ്ടിട്ടുള്ളതാണ്. ഉപ്പ് പരട്ടി വെക്കും കുറച്ച് നേരം. അപ്പോൾ നല്ലപോലെ ക്ലീനായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത്. അപ്പോൾ നമുക്ക് അയില കറി വെച്ചാലോ. അപ്പോൾ തേങ്ങയൊക്കെ പൊളിക്കണം, തേങ്ങ ചിരകണം, പാലൊഴിച്ചിട്ട് വെക്കാമെന്ന് വിചാരിച്ച്, പാല് പിഴിഞ്ഞിട്ട് വെക്കാമെന്ന് വിചാരിച്ച്. കഷ്ണങ്ങൾ ഉണ്ടോ നോക്കണം, ഉണ്ടെങ്കിൽ കുറച്ച് വറക്കണം. പിന്നെ നമുക്ക് കടച്ചൊക്കെ കിട്ടിയിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമുക്ക് ഇങ്ങനെ വീട് കിട്ടണതാട്ടോ. അപ്പോൾ നമുക്ക് കടച്ചക്ക ഉപ്പേരിയും കൂടി വെക്കണമെന്ന്. അപ്പോൾ കടച്ചക്ക ഉപ്പേരിയും അയിലക്കറിയും അയില വറുത്തതും എങ്ങനെയുണ്ട് ചോറിന്. പിന്നെ എന്തെങ്കിലും ഒരു സലാഡ് ഉണ്ടാക്കാം അല്ലേ, അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ആമിക്കുട്ടി ചിലപ്പോൾ അന്വേഷിച്ച് വരും. ഇപ്പം അമ്മാവും മോളും കൂടി സെറ്റ് പിടിച്ച് TV ഒക്കെ കണ്ട് കൊക്കോ മെലണൊക്കെ കണ്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ. നാളികേരം ചിരകൽ കഴിഞ്ഞിട്ടുണ്ട്. വിൻഡോയുടെ അവിടെ നിന്ന് കുറച്ച് ലൈറ്റ് വരുന്നുണ്ട് അല്ലേ. നാളികേരം ചിരകൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനിപ്പോൾ ഒരു നാളികേരം ഫുള്ളായിട്ട് എടുത്തിട്ടില്ല, കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ അരച്ചെടുക്കാൻ പോകും. പാല് പിഴിയണ്ട നമുക്ക്. അപ്പോൾ പാല് പിഴിഞ്ഞാലോ, വായോട്ടാ. മീനൊക്കെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിലിത് ഇപ്പം സവാള, പിന്നെ കറിവേപ്പില, ഇഞ്ചി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് ഗരം മസാല, കുറച്ച് മീൻ കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോണത്, നമ്മുടെ കയ്യിൽ ചെറുനാരങ്ങ ഉണ്ടെങ്കിൽ ഞാനത് ചേർക്കും. ഇത് ഇപ്പോൾ കുറച്ച് പഴക്കം എവിടെയെങ്കിലും ചെറുനാരങ്ങ ലാസ്റ്റത്തേത്. അപ്പോൾ ഞാനിത് ചെറുനാരങ്ങ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാറുള്ളതേ, ഏതെങ്കിലും ബോട്ടിലൊക്കെ അടച്ചിട്ട് വെക്കാറ്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ചെയ്തില്ല, കാരണം ഇതിങ്ങനെ ഉണങ്ങി പോലെ കിട്ടാം. അപ്പോൾ ചെറുനാരങ്ങ ഉണ്ടെങ്കിൽ ഞാൻ ചെറുനാരങ്ങയുടെ നീരും കൂടി ചേർത്ത് കൊടുക്കാറുണ്ട്. ഇതെന്തായാലും ഇനി എടുത്ത് വെച്ചിട്ട് കാര്യമില്ല, ഇത് ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കാൻ പോകട്ടെ. അതിൻ്റെ നീര് കുരു ഞാൻ കളഞ്ഞതാ, എന്നാലും എന്തെങ്കിലും 2-3 കുരു പെട്ടിട്ടുണ്ട് ചെറുനാരങ്ങയുടെ. അപ്പോൾ അതെടുത്ത് കളയാം. പിന്നെ ഇതിലേക്ക് ചേർക്കാനുള്ളത് ഈ പച്ച വെളിച്ചെണ്ണ ചേർക്കണം. നമുക്ക് കുരു എടുത്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർക്കാം. പിന്നെ വറക്കാണ്ട് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അതിൽ ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല ഇത്രയും ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ പിന്നെ നമ്മുടെ വീട്ടിലുണ്ടായ നാടൻ മുളകില്ലേ, അത് ഒരെണ്ണം താഴെ പോയി 3 എണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്.
ഇപ്പോൾ നമ്മുടെ മുളകിൻ്റെ സൈസൊക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ. എന്നാലും പുറത്തുനിന്ന് പൈസ കൊടുത്ത് വാങ്ങേണ്ടി വരുന്നില്ലേ മുളക്. നമ്മുടെ ഉണ്ടാക്കുന്ന കറികളിലേക്കൊക്കെ ഇടാൻ കിട്ടുന്നുണ്ട്. ഇനി ഇത് കുറച്ച് നേരം ഇങ്ങനെ വെക്കാം. അധികം നേരമൊന്നും വെക്കാൻ എനിക്ക് ടൈമില്ല കേട്ടോ. കൂടി വന്നൊരു 10 മിനിറ്റ്. നമുക്ക് അപ്പോഴേക്ക് കടച്ചക്ക അരിഞ്ഞെടുക്കണം. സമയം വരെ അതിങ്ങനെ ഇരിക്കട്ടെ. മുളക് വെട്ടിടാൻ മറന്നു. ഇത് വെച്ചിട്ട് ഇരുമാത്തതേ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ കൈമിക്കാവുമല്ലോ. ഭയങ്കര നീറ്റലാണ്. നമ്മുടെ വീട്ടിലുണ്ടായ മുളകാട്ടത്. ഭയങ്കര എരിവാ. ഞാൻ എല്ലാം കഴിയുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ വെട്ടിട്ട് കൊടുക്കുക. കാരണം കൈ ഭയങ്കര സെൻസിറ്റീവാണ്. പിന്നെ ഈ നീറി നടക്കേണ്ടി വരും. അത് കാരണം ഇങ്ങനത്തെ പണിക്ക് നിൽക്കാറില്ലേ. ഇനി നമുക്ക് കടച്ചക്ക അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് എടുക്കാം. ഇതിങ്ങനെ മുറിച്ച് കൂട്ടിയില്ലേ കത്തി ഭയങ്കര സമാധാനിക്കല എനിക്ക്. ഇതിൻ്റെ കൂഞ്ഞ ഞാൻ നല്ല പോലെ താഴ്ത്തിനെ കളയിട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ ഉപ്പേരി വയ്ക്കുകയാണെങ്കിലും മസാലക്കറി വയ്ക്കുകയാണെങ്കിലും ഒന്നും രസം ഉണ്ടാവില്ല. ഇതിൻ്റെ കൂഞ്ഞിങ്ങനെ കടിക്കില്ല. അപ്പം അതിനെ കുറച്ച് ഡീപ്പായിട്ട് തന്നെ കളയണ്ടത്. ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് കഴുകിയിട്ട് കുക്കറിലിട്ടിട്ട് ഒരു വിസിലടിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഒരു അടിച്ച് കഴിയുമ്പോൾ തന്നെ ഞാനത് വേണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ചട്ടിയിലിട്ട് വേവിക്കാം. കുഴപ്പമില്ല. കുത്തി കാച്ചോണം വയ്ക്കാൻ പോണേട്ടെ ഞാൻ. പക്ഷേ ഞാൻ ഇന്നിപ്പോൾ കുക്കറിലിട്ടിട്ട് പെട്ടെന്നാവണം. അതാണ് മെയിൻ കാര്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുക്കറിലിട്ടിട്ട് ഒരു വിസിലടിപ്പിച്ചിട്ട് അതിൻ്റെ എയർ കളഞ്ഞ് അപ്പം തന്നെ നമുക്ക് കുത്തിക്കാച്ചാട്ടാ. നമ്മുടെ തൃശ്ശൂർക്കാരുടെ സ്വന്തം കടച്ചക്ക ഉപ്പേരി തയ്യാർ. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ കേട്ടോ. കയ്യിലൊക്കെ പശയുണ്ട്. ഇതിനൊരു പശ പോലെയൊക്കെ ഉണ്ട് കടച്ചക്കൊക്കെ. കുറച്ച് വെളിച്ചെണ്ണ തയ്ച്ച് പുരട്ടി കഴിഞ്ഞാൽ പൊക്കോളൂ കേട്ടോ. മീൻ കറിയിലേക്ക് 4 കുടംപുളിയും കൂടി ഇടുന്നുണ്ട് കേട്ടോ. ഈ ഒരു 4 പുളി ഇട്ടാൽ ഇവിടെ ഞങ്ങൾക്ക് മീൻ കൂട്ടാനുള്ള പുളി ഓക്കെയാണ്. അത് തന്നെ 4 പുളി ഇടാറ് കേട്ടോ. പാലും കുപ്പികളാട്ടാ. നമുക്ക് ഉച്ചതിരിഞ്ഞ പാല് വരും. അപ്പോൾ 2 ദിവസത്തെ കുപ്പിയുണ്ട്. ഇന്നലെ വെക്കാൻ മറന്നു. അപ്പോൾ അത് വെക്കണം വേഗം. ഓർമ്മ വരുന്ന സമയത്തേ വെച്ചില്ലെങ്കിൽ പിന്നെ മറക്കും. കറിയിലേക്ക് ആവശ്യത്തിനുള്ള പാല് ഇങ്ങനെ ഒറ്റയടിക്ക് പിഴിഞ്ഞതാട്ടാ. സമയമില്ല കാരണം. ഒന്നാം പാല് ഇതേ മാറ്റി വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് പാല് പിഴിഞ്ഞ് നമുക്കറിയാലോ ചാറൊക്കെ എത്ര വേണമെന്ന്. അതിനനുസരിച്ച് ഞാൻ അങ്ങോട്ട് പിഴിയും. മീൻ കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇത്ര പാല് എടുക്കണുള്ളൂ കേട്ടോ. മിക്സിൽ വരാറായിട്ട്
വെക്കാം. നല്ല പോലെ മൂത്തതല്ലേ, എയർ കളയാം നമുക്ക്. മീനുകൾ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടാണ്. പിന്നെ ഇത് തുറക്കണം, അങ്ങനെ ഉടഞ്ഞു ആ ഉപ്പേരി ടെക്സ്ചറിൽ കിട്ടില്ല. അല്ലെങ്കിൽ ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ ഞാനിത് വേവിക്കാനായിട്ട് വെച്ചത്. അപ്പൊ അത് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഒരു ടെക്സ്ചർ മാറിപ്പോകും കേട്ടോ. ഇങ്ങനെ കഷ്ണങ്ങൾ തമ്മിൽ ഇങ്ങനെ ഉടഞ്ഞ് ആകെ വയ്യണ്ടോ. ഇതില് ഉപ്പ് മാത്രമായിട്ട് നമ്മൾ ഇട്ട് വേവിച്ചാൽ അല്ലാതെ ഒന്നും ഇട്ടിട്ടില്ല ഇപ്പൊ ഇതില്. അപ്പൊ ഇത് ഒന്ന് കുത്തി കാച്ചെടുക്കാം. ഇനി നമുക്ക് മീൻ വറക്കാൻ വെക്കാം. എന്നിട്ടാ മീൻ പറഞ്ഞ മീൻ വറക്കാൻ മീൻ ഇടാം നമുക്ക്. അമ്മാമ്മയുടെ അടുത്തുനിന്ന് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് പോന്നൂല്ലേ? വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ പറഞ്ഞേ, എണ്ണ പറഞ്ഞേ, എണ്ണ മീനിടാ നീ. മീൻ കുറച്ച് നേരം നമ്മൾ കൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചു വിട്ടാ. മീനിടാം. ഇനി താഴെ നിക്കോ അമ്മാവരോട് പൊക്കോ. TV ഉണ്ടോ പോയിട്ട്? കുക്കറിന്റെ ശബ്ദം കേട്ടപ്പ മമ്മീനെ അന്വേഷിച്ചു വന്നല്ലേ? അതുവരെ ഞാനേ അടുക്കളയിലെ വാതില് ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പൊ ഇങ്ങനെ കിടക്കാൻ പറ്റിയില്ലല്ലോ. പിന്നെ കുക്കറിന്റെ ശബ്ദം കേട്ടപ്പോ മനസ്സിലായ അടുക്കളയിൽ ആളുന്നില്ലേ. ചുമ വരും, ചുമ. കുറച്ച് വേപ്പിലിടാം അതില്. വേപ്പിലിട്ടു. ഞാൻ കുടഞ്ഞു ആരും പൊട്ടില്ല. അപ്പൊ മീൻ്റെ വറക്കാൻ വെച്ചിട്ടുണ്ടല്ലേ? അല്ലേ? ആ മീൻ പപ്പയുടെ പേരെന്താ? ജോജി പറഞ്ഞേ. പറ ജോജി പറ. ഞാൻ തുടക്കുന്നത് ജോജി പറ. വെയിറ്റ് ചെയ്യാനായില്ലേ? പറ ജോജി പറ. അങ്ങനെ മനസ്സിലില്ല. അറിയാമെന്നുണ്ടെങ്കിൽ ചില സമയത്ത് പറയില്ല. പറഞ്ഞേ ജോജി പറയാ. കവിത കഥ
ജോജി. പപ്പയുടെ പേര് പറഞ്ഞ ജോജി. മമ്മിയുടെ പേരോ? കവിത. 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 ഉമ്പ. കവിത. പറ. ഇപ്പന്നെ പറഞ്ഞല്ലേ കവിത. ഇന്നലെ അടുത്തുന്നോ? എന്നാ പറഞ്ഞു കവിത. കഥ. കഥതാന്ന് പേര് മമ്മിയുടെ? പോയാ പോയാ. പപ്പയുടെ പേരോ? ജോജി. കടച്ചക്ക. ജോജി. കച്ചച്ച എവിടെയുണ്ട്? കച്ചച്ച. കച്ചച്ച വേണോ? കുറച്ച് ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് ഉപ്പിട്ടിട്ട് മാത്രം വേവിച്ചേട്ടാ, മഞ്ഞൾ പൊടി ഇട്ടിട്ടില്ലേ? വേണോ? അമ്മൂട്ടി ഫുഡ് കഴിക്കാൻ മടിയല്ലേ? അമ്മൂട്ടി അങ്ങനെ ഇങ്ങനെയൊന്നും തിന്നില്ല കേട്ടാ. മീൻകറി തളച്ചോടെ ഞാൻ വീട്ടിയോട് നിൽക്കും. അമ്മയത് താളിക്കട്ടെ. കടച്ചക്ക് ഉപ്പേരി കഴിക്കണം. പിന്നെ നീനൊക്കെ തിന്നാ ഉപ്പേരി കുട്ടി രസണ്ടേ? തിന്നണില്ല. അമ്മൂട്ടി തിന്നണില്ല. നമ്മുടെ മീൻകറി തിളച്ചുകൊണ്ടിരിക്കുന്നു. മീൻ വറുക്കണം. പിന്നെ കടച്ചക്കയിലേക്ക് ചെറിയ ഉള്ളി നോക്കിയിട്ട് കാണാനില്ല. അപ്പോൾ കഴിഞ്ഞു വാങ്ങാൻ പറയാൻ മറക്കുക. വെളുത്തുള്ളി നന്നാക്കണം. കുറച്ച് മീനിലിടാം. പിന്നെ കടച്ചക്കയിൽ ഇടാൻ പോണത് ഒരു ചെറിയ പീസ് ഇഞ്ചി ഇട്ടാ. അത് കുറച്ച് കടച്ചക്കയിലേക്കും കുറച്ച് മീൻ വറുത്തയിലേക്കും കേട്ടോ. അത് തിന്നാ കടച്ചക്ക? ആൺകുട്ടി അവിടെ ഇരുന്നേ കടച്ചക്ക തിന്നുണ്ട്. കഴിഞ്ഞാ നല്ല കുട്ടിയാട്ടാ. ഒക്കെ തിന്നോ? നമ്മളെ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടുണ്ട് കേട്ടാ. കറി റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ കുറച്ച് ചെറിയ ഉള്ളി ഉണ്ടാവും തപ്പട്ടെ. നീ വേണോ? അത് തിന്ന്. നമ്മുടെ മീൻകറിയിലേ കുറച്ച് ഉപ്പും കൂടി ചേർക്കാം നമുക്ക്. മീൻകറി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഞാൻ ഒന്നാമത്തെ പാല് ചേർക്കാൻ കഴിയും. ആമിക്കുട്ടി അമ്മ നല്ല വർത്താനായിട്ട് അവിടെ ഉള്ളിയൊക്കെ പൊളിക്കോടെ ഇരുന്നു. ഇത് ജസ്റ്റ് ഒന്ന് തിളച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. വെളുത്തുള്ളി തിന്നല്ല കേട്ടോ ആമിക്കുട്ടിയെ. കടച്ചക്ക വെക്കാനുള്ള ചട്ടി ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ കഴിഞ്ഞു. വെളിച്ചെണ്ണ പകർത്തണം നീ. എടുക്കാം. നമ്മുടെ കടച്ചക്കയ്ക്കുള്ള വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അതിൽ ചതച്ച് വെച്ചിട്ടുണ്ട് ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, കറിവേപ്പില. അതിട്ട് കൊടുക്കണ്ട കേട്ടോ. അപ്പോഴേക്കും ഇവിടെ മീൻകറി താളിക്കാറായിട്ടുണ്ട് കേട്ടോ. ഇനിയാളപ്പെട്ടാറുണ്ടല്ലോ. ബാബുണ്ടേ കറിക്കാണെങ്കിൽ നമ്മുടെ ഉള്ളി
താളിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ മീൻ കറിക്കുള്ളത്. ചെറിയുള്ളിയും കറിവേപ്പിലയും. നമ്മുടെ ഒരാളുടെ ഒക്കത്ത് കറിയുണ്ട്, അതിന് എനിക്ക് ശരിക്കും കാണിച്ചു തരാൻ പറ്റത്തെ. മുളക് തൊടല്ലേ, കറിക്ക് ഒരു കളർ കിട്ടാൻ വേണ്ടിട്ടേ കുറച്ച് മുളക് പൊടി ഇടാ, ഓഫ് ചെയ്യാം. ഉള്ളിയും വേപ്പിലയും നല്ലപോലെ ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇത് കൊണ്ട് കറിയിൽ ഒഴിക്കട്ടെ. ഇതേക്കണ്ട, നീ ഒക്കത്തിരിക്കണെല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ടാവുന്നേ. ഇത് ഓഫ് ചെയ്തോ? അയ്യോ, ഇവിടെ ഉണ്ടായിരുന്ന ലൈറ്റ് പോയി, ഇപ്പോൾ കറണ്ട് പോയിണ്ട്. ഇവിടേക്ക് ആ ഇൻവെർട്ടർ കണക്ഷൻ ഇല്ല. ഇതിൽ കുറച്ച് ഇത് കണ്ടോ, ഇത് ഇതാണ് കേട്ടോ, നമ്മൾ കടച്ചക്ക ഉപ്പേരിക്കാൻ പോവാം. ഇതിൽ ഇതായിട്ടുണ്ട് ഉള്ളിയും ഇഞ്ചിയും പിന്നെ എന്തിട്ടാണ് കുട്ടിയെ വെളുത്തുള്ളി. ഇനി എന്തിട്ട് നമ്മളിടാൻ പോണ മഞ്ഞൾ പൊടി ഇട്ടു കേട്ടാ. ഇത് നല്ല ഭംഗിയുള്ള ഒരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾ പൊടി ഇട്ടൂല നമ്മൾ. അയ്യോ, ഇത് എല്ലാത്തിൻ്റെ അടപ്പൊക്കെ തെറിച്ച് പോണു മമ്മീരായിരുന്നു. ഇനി കുത്തിപ്പൊടി മുളകില്ലേ അതിടാം അല്ലേ അമ്മിയെ? എനിക്ക് എരിയും നോക്കിക്കോ. പോയി ഞാൻ ഇങ്ങനെ എടുക്കാന്ന് എൻ്റെ ഒക്കത്ത് കയറി ഇരിക്കല്ലേ. ചില സമയത്ത് ആമിക്കുട്ടി ഇങ്ങനെയല്ലേ, കുറുമ്പത്തിയാ ചില സമയത്ത് അല്ലേ. മീൻ മറിച്ചിടാം നമുക്ക്. ഉറക്കമുണ്ടല്ലേ, അതാണ് വാശി. മമ്മി ഇത് കഴിഞ്ഞിട്ട് അയ്യോ മീൻ പൊട്ടി പറ്റിച്ചേ. പറ്റിച്ചല്ല പൊട്ടിച്ചേന്നല്ലേ. മമ്മി പൊട്ടിച്ചു. മീൻ കൂട്ടി മാമുണ്ണണോ? നമ്മുടെ ഉള്ളിമുളകൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ വേവിച്ച് വെച്ചാൽ എന്തിട്ട് കൊടുക്കാം? കടച്ചക്ക പറഞ്ഞേ ആമി പറ കടച്ചക്ക. കേട്ടില്ലേ എല്ലാവരും? കച്ചച്ച കടച്ചക്ക പറയാറില്ല, കച്ചച്ച എന്ന് പറയും. ഒരു മിനിറ്റ് താഴെ നിൽക്കുമോ? ഒന്നിതൊന്ന് ഇളക്കട്ടെ. നമ്മുടെ കടച്ചക്കുപ്പേരി റെഡി ഉണ്ട് കേട്ടോ. ഇളക്കി മറിച്ചൊക്കെ എടുക്കുന്നുണ്ട്. കുക്കറിലുണ്ട് കുറച്ചും കൂടി വാങ്ങിയേ, കുറച്ചും കൂടി കുക്കറിൽ എടുക്കുന്നുണ്ട്. കണ്ട മീൻ റെഡി ഉണ്ട് കേട്ടോ. മീനൊക്കെ സൂപ്പർ. അയ്യോ കയ്യിലൊന്നും തരാൻ പാടില്ല. എല്ലും ചോറെടുക്കട്ടെ മമ്മി? ഇന്നിനെ ഡൈനിങ് ടേബിളിൽ കൊണ്ടിരുത്തട്ടെ? മമ്മി ചോറെടുത്തിട്ടാണ്ട് വരാം. ഓക്കെ 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 പറയും. ഓക്കെ
റെഡി ആയിട്ടാ. ഇതാണ് കേട്ടോ നമ്മുടെ കടച്ചക്ക ഉപ്പേരിയുടെ ഫൈനൽ സ്റ്റേജ്. മീൻ വറുത്തത് റെഡി. കറക്റ്റ് ടൈമിങ് അല്ലേ ചേട്ടാ? ഇവിടെ ആമിക്കുട്ടിയായിട്ട് യുദ്ധായിരുന്നേ കുക്കിങ്ങിന്. സമ്മതിക്കണ്ടായില്ല, ഒക്കത്തായിരുന്നു. ഒക്കത്തായതാ അതിനുണ്ട്. കാണുമ്പോ രസമുണ്ടല്ലേ? അയ്യോ എന്റെ ഫോണിൽ പോണ്. അങ്ങനെ ചേട്ടൻ്റെ ഊണ് കഴിഞ്ഞപ്പോൾ ഞാനും ഉമ്മയ്ക്കാൻ പോവാട്ടാ. നമ്മുടെ മീൻ വറുത്തത്, കടച്ചക്ക, മീൻ വെച്ചത്, ചോറ്. കടസിലേക്ക് തുണിയിടാൻ വന്നതാ. ഒരു ബക്കറ്റ് ഇട്ടു കേട്ടോ. അത് രണ്ടാമത്തെ ബക്കറ്റാ. ഇത് വേഗം ഇടട്ടേട്ടാ. നമുക്ക് കോഴികൾക്ക് തീറ്റ കൊടുക്കണം. കോഴിക്ക് തീറ്റ കൊടുത്തില്ലേ, രാവിലെ കൊടുത്തുട്ടാ. ഇപ്പോൾ ഒരു ഈവനിങ് ടൈം ആവാറായിട്ടുണ്ട്. ഇപ്പം കൊടുത്തു കഴിഞ്ഞാൽ നാളെ രാവിലെ നമ്മൾ കൊടുക്കും. ആമിക്കുട്ടി നല്ല ഉറക്ക. ഞാൻ താഴെ പോകുമ്പോൾ ആമിക്കുട്ടീനെ എണീപ്പിക്കണം. അല്ലെങ്കിൽ 1 മണിയാകുമ്പോൾ ഉറങ്ങും. പുലർച്ചെ 1 മണിയാകുമ്പോൾ. ഇനി അതിനേലും വിട്ടിപ്പോൾ ഉറങ്ങി കഴിഞ്ഞാൽ ആമിക്കുട്ടി ഉറങ്ങപ്പോഴാണ് പുലർച്ചെ 3 മണിക്ക്. എനിക്കാണ് പകലുറങ്ങാൻ തീരെ വയ്യാണ്ടായതോ ഉറങ്ങാൻ പറ്റുള്ളൂ പകല്. അങ്ങനെ ഇങ്ങനെയൊന്നും ഉറക്കം വരില്ല പകല്. എന്നിട്ട് ഞങ്ങൾക്ക് കോഴിയുടെ വീട്ടിലില്ല. തീറ്റ കൊടുക്കാവുന്ന കോഴിക്ക് മാറിയിട്ട് വെള്ളം തരാം.
രാവിലെ നമ്മൾ തവിടൊക്കെ കൊടുത്തുട്ടോ അവർക്ക്. ഇപ്പം അതേ കുടിക്കാൻ വെള്ളം വെച്ച് കൊടുത്തു, അരി ഇട്ട് കൊടുത്തു. ഇതൊക്കെ എക്സ്ട്രാ ആക്ടിവിറ്റീസ് ആട്ടാ, സമയം ഉണ്ടായിട്ട് ചെയ്യണതൊന്നല്ല, ഒരു ഇഷ്ടം. ഇതിൽ നിന്നൊക്കെ ഒരു സന്തോഷം കിട്ടുന്നുണ്ട് കേട്ടോ എനിക്ക്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കൃഷി, കോഴി വളർത്തൽ. പക്ഷെ ഇത് എത്ര നാൾ മുന്നോട്ട് പോകുന്നറിയില്ല. ഇവിടെ ഭയങ്കര പട്ടിശല്യം. എൻ്റെ തന്നെ ഇപ്പോൾ ഒരു 12 കോഴീനെ പട്ടി പിടിച്ചിട്ട് പോയി. ഭയങ്കര പട്ടിശല്യമായി ഇപ്പോൾ നമ്മുടെ ഈ ഏരിയയിൽ. ഒരു 3 മാസം കഴിയാറായിട്ടാ. ഇന്നിപ്പോൾ ജോജേട്ടതിൽ നാടൻ മുളകിൻ്റെ വിത്തൊക്കെ പാവിയിട്ടുണ്ട്. ചീരൊക്കെ വലുതായി തുടങ്ങിയിട്ടാ. കണ്ട, ഇതാണ് എൻ്റെ ചെറിയ ചീരക്കൃഷി. ഈ പ്ലാവിൻ്റെ തൈ ഏതാണെന്ന് മനസ്സിലായോ? അന്ന് നമ്മളൊരു വിത്ത് പാവിയായിരുന്നില്ലേ, അതാണ് കേട്ടത്. ഇത്രയ്ക്കായിട്ടുണ്ട്. കണ്ട, 2 നമ്മൾ നട്ടിട്ടുണ്ടായിരുന്നു. ഒരെണ്ണം മുളച്ചില്ല, ഒരെണ്ണം നമുക്ക് കിട്ടി. കണ്ട, നമ്മളെന്ത് വിത്ത് പാവുമ്പോഴും ഞാൻ അങ്ങനെയാ, 1-ൽ കൂടുതൽ പാവും. 1, 2, 3 ആ ഒരു കണക്കിൽ പാവും. എല്ലാം നമുക്ക് ഉണ്ടായി കിട്ടുന്നില്ലേ. ഇതാണ് എൻ്റെ കുട്ടി കുട്ടി കൃഷീസ്. പിന്നെ അവിടെയൊക്കെ ഉണ്ട് കേട്ടോ, ചീരയൊക്കെ മുറിക്കാനായിട്ടുണ്ട്. നമുക്ക് താഴെയുള്ള കോഴികൾക്ക് ഫുഡ് കൊടുത്താലോ? പോവാ നമുക്ക്. കമ്മോണ എവരിബഡി പോവാണ്ട, താഴത്തേക്ക് പോവാൻ. ഓരോരുത്തർ വേണ്ട കോഴിയുടെ തീറ്റ ചെത്തിയത്. എന്താണ് ഇന്നാങ്ങിട്ടില്ലേ? ഇന്നാങ്ങിട്ടില്ലെന്ന് തീറ്റ കൊണ്ടേ ഇങ്ങോട്ട് ചട്ടി കാണിച്ചു കൊടുക്കുന്നത്. അല്ലെങ്കിൽ എല്ലാവരും കൂടി ഇങ്ങോട്ട് പറന്ന് വരും തുറക്കുമ്പോൾ. എന്താ എവിടേക്ക്? അങ്ങോട്ട് പോ. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക് യു.